ഈശോ മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ നമുക്കായി നൽകുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 76 മുതൽ 80 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷ ഭാഗം സക്കറിയായുടെ പ്രവചന ഗീതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഒരു മൗനത്തിന് ശേഷം, ദൈവഹിതത്തെ സംശയിച്ച ഒരു ആരംഭകാലത്തിന് ശേഷം വീണ്ടും ഒരു ധ്യാനത്തിലേക്ക് സക്കറിയ പ്രവേശിക്കുകയാണ്. ഈ തിരുവചന ഭാഗം 2 ഭാഗമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഒന്നാമത്തേത്, സക്കറിയ ദൈവത്തിങ്കലേക്ക് നോക്കി തനിക്ക് ലഭിച്ച നന്മയ്ക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. രണ്ടാമത്തേത്, തന്റെ മകനിലൂടെ തനിക്ക് ലഭിച്ച വെളിപാട് ദൈവജനത്തിന് പ്രവചിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം നമുക്ക് വെളിവാക്കപ്പെട്ടിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം വെളിവാക്കപ്പെടും? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ നന്മകൾക്കും നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം അവിടുന്ന് വെളിവാക്കി തരും. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിൽ ഫലമണിയാൻ സാധിക്കും. പരിശുദ്ധ അമ്മ തന്റെ എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിന് വിട്ടുകൊടുത്തപ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അല്ലെങ്കിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, അങ്ങയുടെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പ്രതിധരിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ അവിടുത്തെ ദൈവഹിതം നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.